ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഭക്തി മൂത്ത് പ്രാന്താവുന്ന ഒരുപാട് പേരുണ്ടെന്ന്. ഈ ശരിക്കും പറഞ്ഞാല് പല വിശ്വാസങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ പല പൂജകളും നമ്മൾ സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അതിപ്പോ ഒരു ലിമിറ്റ് വിട്ടിട്ട് ഒരു അത്യാഗ്രഹം അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി എന്നൊരു നിലയിലേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പല ആൾക്കാരും പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് കേസുകൾ ഉണ്ട് ഇങ്ങനെ നരബലി നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട്, കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് കുറുകു വഴികൾ സാധിക്കുക. മോൻ MBBSന്റെ എൻട്രൻസ് എഴുതിയ മോനോ മോക്കോ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ പോയിട്ട് എന്താ ചെയ്യുക? നമ്മൾ പോയിട്ട് സാത്താൻ സേവകൾ അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള നേർച്ചകൾ, അല്ലെങ്കിൽ ഞാൻ 1001 തേങ്ങ അടിച്ചേക്കാം, എൻ്റെ മോക്ക് ഇന്നതിലേക്ക് കിട്ടുക. ഇത് മോൻ പഠിക്കാതെ, ഏത് ശക്തിയാണെങ്കിലും മോനോ മോളോ പഠിക്കാതെ എങ്ങനെയാണ് ഇതൊക്കെ? അപ്പൊ നമ്മൾ അത് ചെയ്യുകയും പഠിക്കുകയും നന്നായി പഠിക്കുകയും ആത്മാർത്ഥമായി നമ്മളുടെ മനസ്സ്, ആത്മാവ്, ഹൃദയം കൊണ്ട് അകം ശുദ്ധമാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ആ യൂണിവേഴ്സൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്ന അൾട്ടിമേറ്റ് പവർ, ഈ പ്രപഞ്ചത്തിന്റെ ശക്തി നമ്മുടെ പ്രാർത്ഥനയുമായി ലിങ്ക് ചെയ്യും. പക്ഷെ നമ്മൾ കൂടോത്രം ചെയ്യുകയാണ്. ചില സിനിമകളിലെ കണ്ടില്ലേ, മുട്ടയിൽ കൂടോത്രം നടത്തുക, കുടത്തിൽ കൂടോത്രം നടത്തുക, അന്യൻ മുടിഞ്ഞു പോകാൻ വേണ്ടി കൂടോത്രം നടത്തുക. അപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന സാധനങ്ങൾക്ക് താൽക്കാലിക ഇഫക്റ്റുകൾ ഉണ്ടെന്നാണ് കുറെ പേര് പറയുന്നത്. അതുപോലെ തന്നെ ദൃഷ്ടിദോഷം, ശത്രുദോഷം, അതുപോലെ തന്നെ ഗ്രഹദോഷങ്ങൾ, അത് ഗ്രഹത്തിന്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നമ്മൾ ജനിക്കുന്ന സമയം കേട്ടിട്ടുണ്ടല്ലോ, അത് റിസർച്ച് സംഭവമാണ്, കണ്ടിട്ടേയല്ല. ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ, അദ്ദേഹം ജനിച്ച സമയം ഏറ്റവും ബെസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്നത്. നമുക്ക് പലർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പലപ്പോഴും അത് ജ്വലിച്ച് കയറി വരാൻ പറ്റാത്തത്. ഇപ്പം എൻ്റെ സമയദോഷം കൂടെ ചേർന്നിട്ടാണ് ബിഗ് ബോസ് 2020 ലോകം മൊത്തം ഇളവി എല്ലാവരും മെജോറിറ്റി എന്നെ സപ്പോർട്ട് ചെയ്തു. ഭയങ്കര ഹൈപ്പിൽ യൂറോപ്യൻ പര്യടനം, ഗൾഫ് പര്യടനം, മീറ്റപ്പുകൾ, ഇങ്ങനെ ഗംഭീരമായ സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം. റെഡിയാക്കി വെച്ച് നമ്മൾ പുറത്തോട്ട് വന്നത് കൊറോണയുടെ അകത്തേക്കാണ് ഇല്ലേ? എന്നെ സംബന്ധിച്ച് എനിക്ക് ദൈവം തന്ന, ഞാൻ ഉണ്ടാക്കിയ ഹൈപ്പല്ല, ദൈവം തന്ന ലോക മലയാളി, നല്ല മനസ്സുള്ള മലയാളി സഹോദരങ്ങൾ എന്നെ ഹൈപ്പിൽ തന്നു എങ്കിൽ പോലും എൻ്റെ സമയദോഷം കൊണ്ട് കൂടിയാണ് എന്താ സംഭവം, ആ കൊറോണ കാലത്ത് എനിക്കിതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനോ നിലനിർത്താനോ പറ്റാതെ പോയത്. ഞങ്ങളുടെ വിശ്വാസപ്രകാരം അപ്പം നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കണ്ടകശനിയാന്ന 7 ശനിയൊക്കെ എൻ്റെ ശനിദോഷം എന്ന് പറയും. ആ ദോഷങ്ങൾ കൊണ്ടാണ് ഈ ഉണ്ടാക്കിയ സാധനമെല്ലാം ഡൗൺ ആയി പോയത്. നിലനിർത്താൻ പറ്റിയില്ല. മനസ്സിലായില്ലേ?